പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും യാചനകളും എല്ലാം കേട്ട് ഈശോ അവയ്ക്കെല്ലാം മറുപടി നൽകട്ടെ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ദാഹിക്കുന്ന ദൈവമാണ്. ഈശോ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് ദാഹിക്കുന്നുണ്ട്. വചനം പറയുമല്ലോ, യെശയ്യാ 55:1, ദാഹാർദ്രരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. വചനം പറയുന്നുണ്ട്, ദാഹാർദ്രരെ ജലാശയത്തിലേക്ക് വരുവിൻ. നമ്മുടെ എല്ലാവരുടെയും ദാഹം ശമിപ്പിക്കുന്ന, അതിന് കെൽപ്പുള്ള കഴിവുള്ള ഒരു ജലാശയമാണ് നമ്മുടെ കർത്താവ്. ഈശോ നിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഈശോ നിൻ്റെ സമയം ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയോടൊപ്പം ഇരിക്കാനായിട്ട് ഈശോ നിന്നെ ഓരോ നിമിഷവും ക്ഷണിച്ചു കൊണ്ടിരിക്കാൻ. വചനം പറയുന്നുണ്ട്, ജെറമിയ 2:13, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. തിന്മകളും മൂലം ഉണ്ടല്ലോ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും സാമീപ്യത്തിൽ നിന്നും അകന്നുപോയി പല പൊട്ടക്കിണറുകളിലും തേടി നമ്മൾ പോകുന്നുണ്ട്. പൊട്ടക്കിണറ്റിൽ എന്താ? ഒന്നുമില്ല, വെള്ളമില്ല, അതിൽ വേസ്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ലോകത്തിൻ്റെ പൊട്ടക്കിണറുകളിൽ പോയി കുടുങ്ങരുത്. അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ദൈവമാകുന്ന ഒരിക്കലും പറ്റാത്ത ഉറവയിലേക്ക്, ദൈവമാകുന്ന സമുദ്രത്തിലേക്ക് യാത്ര ചെയ്യണം. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ദാഹിക്കുന്നുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് കൊതിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയാക്കാരിയും യേശുവും തമ്മിലുള്ള സംഭാഷണം കാണുന്നുണ്ട്. കർത്താവ് ആ നട്ടുച്ച നേരത്ത് യാക്കോബിൻ്റെ കിണറ്റിനരികിൽ ചെന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 4:7 ആ സ്ത്രീയോട്, സമരിയാക്കാരിയോട് കർത്താവ് പറയുകയാണ്, എനിക്ക് കുടിക്കാൻ തരിക. കർത്താവ് അവളോട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്ന കുടിക്കാൻ തരിക. കണ്ടോ? അതായത് കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെ അടുത്തും വ്യക്തിപരമായി വരുന്നുണ്ട്. കർത്താവ് നമ്മളോട് യാചിക്കുന്നുണ്ട്, നീ എൻ്റെ അടുത്തേക്ക് വാ, നീ എന്നോടൊപ്പം സമയം ചെലവഴിക്ക്, നീ എൻ്റെ സ്നേഹം നുകരുന്ന്. അപ്പം ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ക്ഷണം സ്വീകരിക്കാം, അവിടുത്തെ സ്നേഹം നമുക്ക് ആസ്വദിക്കാം. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ എൻ്റെ ദാഹം തീർക്കണമേ എന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പരിശ്രമിക്കുക.